കിരണിൻ്റെ 28 ഡേയ്സ് മാജിക് പ്രാക്ടീസിൻ്റെ 18ാമത്തെ ദിവസമാണ് നമ്മളിന്നിവിടെ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുടെ മാന്ത്രികമായൊരു പട്ടിക തയ്യാറാക്കുന്ന രീതിയാണ് നമ്മൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. ശരിക്കും നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നന്ദിയാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത്. നിങ്ങൾക്ക് വേണ്ടി എല്ലായ്പ്പോഴും അതവിടെയുണ്ട്. അതൊരിക്കലും നിങ്ങൾ തോറ്റുപോകാനോ വീണുപോകാനോ ഇടയാക്കില്ല. നിങ്ങൾ എത്രത്തോളം ശക്തമായതിലേക്ക് പായുന്നുവോ അത്രയധികം അത് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. നിങ്ങളുടെ ജീവിതം അത് കൂടുതൽ സമ്പന്നമാക്കും. നന്ദിയിലേക്ക് കൂടുതലായി അടുക്കുന്നതിനെപ്പറ്റി ഇന്നത്തെ മാന്ത്രിക പരിശീലനം നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനാകും. എല്ലാ ദിവസവും പരിഹരിക്കേണ്ടതായ ചെറിയ ചെറിയ ജീവിത പ്രശ്നങ്ങൾ ഉയർന്നു വരും. ചിലപ്പോഴൊക്കെ ഒരു പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കേണ്ടതെന്നറിയാതെ നിങ്ങൾ പരിഭ്രമിച്ചേക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടത്ര സമയം ലഭിക്കുന്നില്ല എന്നതായിരിക്കും. നിങ്ങൾക്ക് ആകപ്പാടെ ബോധം നഷ്ടപ്പെട്ടേക്കാം. കാരണം ഒരു ദിവസം ആകെ 24 മണിക്കൂറല്ലേ ഉള്ളൂ. അതൊരു പക്ഷേ ജോലി മൂലം നിങ്ങൾ പരവശനായതാകാം. കൂടുതൽ ഫ്രീ ടൈം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകാം. പക്ഷേ നിങ്ങൾക്കത് ലഭിക്കുന്നില്ല. കുട്ടികളെ നോക്കി നിങ്ങൾക്ക് വീട്ടിലിരിക്കേണ്ടി വരും. നിങ്ങൾ ആകെ ക്ഷീണിച്ചതായും തളർന്നതായും തോന്നാം. എന്നാൽ നിങ്ങൾക്കായി സമയം കണ്ടെത്താൻ തക്ക പിന്തുണ ലഭിക്കാനുള്ള വഴി നിങ്ങൾക്ക് ഉണ്ടാകണമെന്നില്ല. പരിഹരിക്കേണ്ടതായൊരു പ്രശ്നം നിങ്ങൾ നേരിട്ട് എന്നിരിക്കട്ടെ. എന്നാൽ അതെങ്ങനെ ഏത് വഴിയിൽ പരിഹരിക്കണമെന്ന് നിങ്ങൾക്കറിയില്ല. നിങ്ങളുടെ പക്കൽ നിന്നും എന്തെങ്കിലും നഷ്ടമായെന്നിരിക്കട്ടെ. അത് കണ്ടെത്താൻ നിങ്ങൾ പരമാവധി ശ്രമിച്ചെങ്കിലും ഭാഗ്യമുണ്ടായില്ല. ഇനി ഒരു പക്ഷേ നിങ്ങൾ എന്തെങ്കിലും കണ്ടെത്താൻ ആഗ്രഹിച്ചുവെന്നിരിക്കട്ടെ. വീട്ടിലേക്കൊരു അരുമയെയോ കുട്ടികളെ നോക്കാൻ നല്ലൊരു ആയയോ നല്ല ഹെയർ സ്റ്റൈലിനെയോ ആരോഗ്യ വിദഗ്ധനെയോ അല്ലെങ്കിൽ ഡോക്ടറെയോ എന്നിങ്ങനെ ആരെയും ആട്ടെ എത്ര ശ്രമിച്ചിട്ടും നിങ്ങളുടെ ആവശ്യത്തിന് പറ്റിയ വിധം ആരെയും കണ്ടെത്താനായില്ല. ഒരു വ്യക്തി നിങ്ങളോട് എന്തെങ്കിലും ചെയ്യാൻ ആവശ്യപ്പെടുകയും നിങ്ങൾക്കതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ ആകെ ഒരു സുഖമല്ലാത്ത അവസ്ഥയിലാകും. നിങ്ങൾ ആരെങ്കിലുമായി തർക്കത്തിൽ ഏർപ്പെടുകയോ അത് പരിഹരിക്കുന്നതിന് പകരം കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയോ ചെയ്തേക്കാം. എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാത്ത ദിനം പ്രതിയുള്ള ചെറിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും നിങ്ങൾക്ക് വേണ്ടി ചെയ്തു കിട്ടണമെന്ന് നിങ്ങൾ വെറുതെ ആഗ്രഹിക്കുന്നവയ്ക്കും ഈ ചെയ്യേണ്ട കാര്യങ്ങളുടെ മാന്ത്രിക പട്ടിക നിങ്ങളെ ഇന്ന് സഹായിക്കും. ഫലങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും. കൃതജ്ഞതയുടെ മാന്ത്രിക ശക്തിയും ആകർഷണ നിയമവും നിങ്ങൾ ഒരുമിപ്പിക്കുമ്പോൾ ആളുകളും സാഹചര്യങ്ങളും സംഭവങ്ങളും നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്തു കിട്ടേണ്ടതിനായി പുനഃക്രമീകരിക്കപ്പെടും. അത് എങ്ങനെയെന്ന് സംഭവിക്കുന്നുവെന്നും എങ്ങനെ ചെയ്തു കിട്ടുന്നുവെന്നും നിങ്ങൾ അറിയില്ല. അതറിയേണ്ട കാര്യവുമില്ല. നിങ്ങൾ ആകെ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. നിങ്ങൾക്ക് ചെയ്തു കിട്ടേണ്ട കാര്യങ്ങൾക്ക് അവ ചെയ്തു കിട്ടിയാൽ എന്ന പോലെ അങ്ങേയറ്റം നന്ദി പ്രകാശിപ്പിക്കുക. ഇനി മാന്ത്രികത സംഭവിക്കാൻ അനുവദിക്കുക. നിങ്ങൾക്ക് ചെയ്തു കിട്ടേണ്ടതും പരിഹരിക്കേണ്ടതുമായ പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ പട്ടിക ഇന്ന് എഴുതി തയ്യാറാക്കുക. എന്നിട്ട് അതിന് ചെയ്യേണ്ട കാര്യങ്ങളുടെ മാന്ത്രിക പട്ടിക എന്ന് തലക്കെട്ട് നൽകുക. നിങ്ങൾക്ക് ചെയ്യാൻ സമയം ലഭിക്കാത്ത കാര്യങ്ങളോ ചെയ്യാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളോ നിങ്ങൾ ഈ പട്ടികയിൽ ചേർക്കുക. ഇതിനൊപ്പം നിലവിലുള്ള പ്രശ്നങ്ങൾ, അത് ദിനം പ്രതിയുള്ള ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ ജീവിത പ്രശ്നങ്ങൾ വരെ ഇതിൽ എഴുതി ചേർക്കുക. പരിഹരിക്കേണ്ടതായോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടതായ ജീവിതത്തിൽ എന്തൊക്കെയുണ്ടെന്ന് എല്ലാ മേഖലയിലും ഒന്ന് കണ്ണോടിക്കുക. നിങ്ങൾ പട്ടിക പൂർത്തിയാക്കി കഴിയുമ്പോൾ അതിൽ നിന്ന് 3 കാര്യങ്ങളെടുത്ത് ഇന്ന് അതിൽ ശ്രദ്ധ കൊടുക്കുക. ഓരോന്നും പ്രത്യേകമെടുത്ത് നിങ്ങൾക്കായി മാന്ത്രികമായി ചെയ്തു കഴിഞ്ഞുവെന്ന് സങ്കല്പിക്കുക. എല്ലാ ആളുകളും സാഹചര്യങ്ങളും സംഭവങ്ങളും ഇത് ചെയ്യാനായി നിങ്ങളിലേക്ക് നീങ്ങുന്നതായും അത് ചെയ്തു കഴിഞ്ഞതായും സങ്കല്പിക്കുക. നിങ്ങൾക്കായി എല്ലാം ചെയ്തു, എല്ലാം തരംതിരിച്ചു, എല്ലാം പരിഹരിച്ചു. ഇനി ഇതിനെല്ലാം പകരമായി നിങ്ങൾ ആത്മാർത്ഥമായി നന്ദി പ്രകാശിപ്പിക്കുക. 3 കാര്യങ്ങളിൽ ഓരോ കാര്യത്തിനും കുറഞ്ഞത് 1 മിനിറ്റെങ്കിലും അത് നടന്നതായും പകരം നന്ദി അർപ്പിക്കുന്നതായും ഫീലോടുകൂടി അതിനുള്ള സമയം ചെലവഴിക്കുക. ഇതേ പരിശീലനം പട്ടികയിലുള്ള മറ്റ് കാര്യങ്ങൾക്കും നടത്താവുന്നതാണ്. ആകർഷണ നിയമത്തിൽ പറയുന്ന ഒരേപോലെയുള്ളവ ആകർഷിക്കപ്പെടുന്നുവെന്ന് ഓർമ്മിക്കുക. ഇതിനർത്ഥം പരിഹാരം ലഭിച്ചതായി നിങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുമ്പോൾ പ്രശ്നപരിഹാരത്തിന് നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളെയും നിങ്ങൾ ആകർഷിക്കുന്നു. പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങളെയാണ് നിങ്ങൾ ആകർഷിക്കുന്നത്. പരിഹാരത്തിലേക്കുള്ള കാന്തമായിരിക്കണം നിങ്ങൾ, പ്രശ്നങ്ങളിലേക്കുള്ളതായിരിക്കരുത്. പരിഹാരമുണ്ടെന്നതിലും അത് പരിഹരിക്കപ്പെടുന്നതിലും നന്ദിയോടെ ഇരിക്കുമ്പോൾ പരിഹാരം തന്നെ ആകർഷിക്കപ്പെടുന്നു. ഈ മാന്ത്രിക പരിശീലനം എത്രമാത്രം ശക്തമാണെന്ന് വിശദീകരിക്കാൻ വാക്കുകളില്ല. അത്രയും ഒരുപാട് ആളുകൾക്ക് പ്രയോജനപ്പെട്ട ഒരു പരിശീലനമാണ് ഇത്. എന്തായാലും നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അതായത് നിങ്ങൾക്ക് ഒന്നുകൂടി നിങ്ങളുടെ പ്രാക്ടീസുകൾ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ എണ്ണുക.
10 അനുഗ്രഹങ്ങളുടെ പട്ടിക തയ്യാറാക്കുക. എന്തുകൊണ്ട് നിങ്ങൾ നന്ദി ഭരിതമായിരിക്കുന്നു എന്നെഴുതുക. നിങ്ങളുടെ പട്ടിക ആവർത്തിച്ച് വായിക്കുക. ഓരോ അനുഗ്രഹത്തിനും താഴെ നന്ദി 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 എന്ന് പറയുക. ഈ അനുഗ്രഹത്തിന് നിങ്ങൾക്ക് കഴിയാവുന്നത്ര നന്ദി പ്രകാശിപ്പിക്കുക. നിങ്ങൾക്ക് ചെയ്യേണ്ടതും പരിഹരിക്കേണ്ടതുമായ പ്രധാനപ്പെട്ട കാര്യങ്ങളുടെയും പ്രശ്നങ്ങളുടെയും പട്ടിക എഴുതി തയ്യാറാക്കുക. ചെയ്യേണ്ട കാര്യങ്ങളുടെ മാന്ത്രിക പട്ടിക എന്ന തലക്കെട്ട് ഹെഡ്ലൈൻ നൽകുക. നിങ്ങളുടെ പട്ടികയിൽ നിന്ന് പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക. ഒരേ സമയത്ത് ഒരെണ്ണം എന്ന കണക്കിൽ ഓരോന്നെടുത്തത് നിങ്ങൾക്കായി നടന്നു കഴിഞ്ഞെന്ന് സങ്കല്പിക്കുക. ഓരോ കാര്യത്തിനും കുറഞ്ഞത് 1 മിനിറ്റെങ്കിലും ചിലവഴിക്കുക. നടന്നതായി വിശ്വസിച്ച് നന്ദി തിരികെ നൽകുക. എന്തായാലും നിങ്ങൾ ഈ പ്രാക്ടീസ് ഒന്ന് ചെയ്തു നോക്കുക. നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത്ഭുതകരമാണ്. എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് ബൈ ബൈ, ടേക്ക് കെയർ.